ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബീട്രൂട്ട് മുറുക്ക്. അതിനുവേണ്ടി സാമാന്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി, വലിയ 2 ബീട്രൂട്ട്, ഇത്രയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്ത് കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വരാം. ഈ രീതിയിൽ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് എല്ലാം ഒരു പാത്രത്തിലോട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കണം. ഇഞ്ചി ഉള്ളിയുടെയൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർത്തിരിക്കുന്നത് ആ ബീട്രൂട്ടിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് തിളച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലോട്ടാക്കി ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പത്തിൻ്റെ അരിപ്പയ്ക്ക് അടഞ്ഞ് വറുത്ത 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടലമാവും എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി, കായപ്പൊടി, എള്ളും അയമോദകവും ചേർത്ത് കൊടുക്കുക. അയമോദകമൊക്കെ ചേർക്കുമ്പോൾ മുറുക്കിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടുതൽ ചേർക്കരുത്, കാരണം നമ്മൾ ആ ബീട്രൂട്ട് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ബട്ടറും ഈ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ബീട്രൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ബീട്രൂട്ട് ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല, ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കൈ കൊണ്ട് അത് മിക്സ് ചെയ്ത് നല്ല മാവ് പോലെ ആക്കി അത് കൈ കൊണ്ട് നല്ല പ്രസ് ചെയ്ത് അത് നല്ല ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. കണ്ടോ, മാവെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ മുറുക്കുണ്ടാക്കുന്നത് പോലെ മുറുക്കിൻ്റെ ചില്ല് സേവനാഴിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെയും സാധാരണ പോലെ നമുക്ക് മുറുക്കിൻ്റെ ഷേപ്പിൽ വേണേൽ ചുറ്റിയെടുക്കാം, അല്ലാതെ ഏത് രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലെടുക്കാം. ഞാനിവിടെ അല്ലാതെ അങ്ങ് വെളിച്ചെണ്ണയിലോട്ട് തന്നെ മുറുക്ക് ചുറ്റുക ചെയ്യുന്നത്. ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ മുറുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്. നല്ല ഒട്ടും തന്നെ മുറിയാതെ കിട്ടുന്നുണ്ട്. കണ്ടോ, ആ മാവിൻ്റെ കൂട്ട് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മുറുക്ക് ഉണ്ടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മുറിഞ്ഞ് വീഴും. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മുറുക്കുകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുറുക്കെന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതെല്ലാം ട്രൈ ചെയ്യാം. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള മുറുക്ക. അതിന് നമുക്ക് ഒരു സൈഡേ ആയിട്ടുള്ളൂ, ആ സൈഡ് അപ്പുറത്തെ സൈഡ് നമുക്ക് തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. അതങ്ങനെ മുഴുവനും മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മുഴുവൻ ഇരിക്കുന്ന മാവും അതുപോലെ ചെയ്തെടുക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.